പലപ്പോഴും നമ്മൾ പറയാറുള്ള ടൈമാണ് അവിഹിതം എന്നുള്ള സംഭവം. ശരിക്കും അങ്ങനെ ഒരു ടൈം ഇല്ലല്ലോ. അവിഹിതമല്ലോ, ഹിതത്തോടു കൂടിയല്ല അവർ ചെയ്യുന്നത്, ഇഷ്ടത്തോടു കൂടിയാണല്ലോ ബന്ധങ്ങളിലേക്ക് പോകുന്നത്. ഹിതം എന്ന് പറയുന്നത് ഹിതകരമായത് എന്ന അർത്ഥത്തിലാണ്. ധാർമ്മികമായും ആരോഗ്യകരമായും മാനസികമായും ശാരീരികമായും ഗുണം ചെയ്യുന്നതിനെയാണ് ഹിതകരം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ അവിഹിതം എന്ന് പറയുന്നത് ഹിതകരമല്ലാത്തത് എന്ന അർത്ഥത്തിലാണ്. പിന്നെ പ്രിയം അപ്രിയം, പ്രിയമായി ഹിതമായത് എന്ന രീതിയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പ്രിയമായത് ഹിതകരമാകണമെന്നില്ല. എനിക്ക് എന്തിനോട് പ്രിയം തോന്നുന്നതോ അത് എനിക്ക് ഹിതകരമാകണമെന്നില്ല. അപ്പോൾ പ്രിയം തോന്നുന്നത് ചിലപ്പോൾ നമ്മൾ അപകടത്തിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കുന്നതാകാം. ഹിതകരമാകുന്നതൊന്നും നമ്മൾ അപകടത്തിലേക്ക് എത്തിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് അവിഹിതം ഹിതം എന്ന രണ്ട് വാക്കുകൾ കൊണ്ടൊരു കാര്യത്തെ വിശേഷിപ്പിക്കുമ്പോൾ എങ്ങനെയാണത് ശരിതെറ്റുകളാകുന്നത് എന്നതാണ് നമ്മൾ പറഞ്ഞു വന്നത്. അപ്പോൾ നമ്മളുടെ സൊസൈറ്റിയിൽ ജീവിക്കുന്നു, അവിടെ ചില സാമൂഹികമായ ക്രമങ്ങളുണ്ട്, ചില ചിട്ടവട്ടങ്ങളുണ്ട്, സദാചാരപരമായ ചില മൂല്യങ്ങളുണ്ട്, മോറൽ വാല്യൂസ്. അപ്പോൾ ഇതിനോടെല്ലാം അലൈൻഡ് ആയിട്ട് നമ്മൾ ജീവിക്കുന്നു. അതിൻ്റെ കണ്ടീഷൻസ്, അതിൻ്റെ നിലപാടുകൾ, അതിൻ്റെതായ ക്രമങ്ങളുമായിട്ട് നമ്മൾ ഒരുമിച്ച് പോകാൻ തീരുമാനിക്കുന്നു. അപ്പോഴാണ് നമ്മൾ സൊസൈറ്റിയിൽ നിലനിൽക്കുന്നത്. അവിടെ നമ്മുടെ കുടുംബം, ബന്ധം, സമൂഹം, സൊസൈറ്റി എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ ജീവിക്കുമ്പോൾ അവിടെ ആ സൊസൈറ്റി നിശ്ചയിച്ചിരിക്കുന്ന ഹിതം അവിഹിതം എന്ന രണ്ട് സാധനങ്ങളുണ്ട്. സൊസൈറ്റിയിലൊപ്പം നമ്മൾ ജീവിക്കുമ്പോൾ ആണ് അവിടെ ഹിതവും അവിഹിതവും ഒക്കെ ഉള്ളത്. ശരിയും തെറ്റുമില്ലാത്ത യൂണിവേഴ്സലായ ഒരു തലത്തിൽ നിന്നൊരു മാനസികാവസ്ഥയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് എന്തും ചെയ്യാം. അവിടെ സൊസൈറ്റിയുമായിട്ട് ഒരുമിച്ച് ഒരു കുടുംബ എന്ന സംവിധാനത്തിൻ്റെ അകത്ത് ജീവിക്കുമ്പോൾ അവിടെ അവിഹിതമുണ്ട്, ഹിതമുണ്ട്.